ഹലോ ഷൻ ലീവലായിട്ട് നമുക്ക് ജർമ്മനിയിൽ നിന്ന് ഒന്ന് ലിസ്റ്റൻഡൈൻ വരെ പോയി വന്നായിട്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാവൽ റൂട്ട്, പിന്നെ അവിടെ ചെന്നിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പാസ്പോർട്ട് സ്റ്റാമ്പിങ്, പിന്നെ വിസിറ്റിംഗ് കാസിലും അവിടുത്തെ എക്സ്പീരിയൻസും, മ്യൂസിയം നമുക്ക് കാണാൻ പറ്റും, പിന്നെ എങ്ങനെയൊക്കെ പോകാൻ പറ്റും, ഈസി റൂട്ടുകൾ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ട്രാവൽ കോസ്റ്റും, പിന്നെ എങ്ങനെ നമുക്ക് ടിക്കറ്റ് എടുക്കാമെന്ന്. അത് മസ്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ടത് സ്വിറ്റ്സർലൻഡിലാണ് കേട്ടോ, എല്ലാം ഉറപ്പായിട്ടും പണി കിട്ടും. പിന്നെ ലിസ്റ്റൻഡൈനിൽ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രാവൽ റൂട്ട് എന്ന് പറയുന്നത്, ഞാൻ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് കോൺസ്റ്റൻസിലേക്ക് കയറി, കോൺസ്റ്റൻസിൽ നിന്ന് സെയിൻറ്റ് ഗാലനും അവിടുന്ന് ബുക്സ് എക്സ്ചേഞ്ചും. ഈ 2 സ്റ്റോപ്പ് നമ്മൾ സ്വിറ്റ്സർലൻഡിലാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ബുക്സ് എക്സ്ചേഞ്ചിന്ന് ബസ് കണക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് ഷാനലിലേക്കും ഷാനലിൽ നിന്ന് വാഡൂസ് സെൻറ്ററിലേക്കും. ഇത് രണ്ടുമാണ് നമ്മുടെ ലിസ്റ്റൻഡൈനിലെ സ്റ്റോപ്പുകൾ. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ വാഡൂസിൽ ഇറങ്ങേണ്ട സ്റ്റോപ്പ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കാസിലേക്കാണ്, ഈ ഒരു റൂട്ട് വഴി. ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാനായിട്ട് പറ്റും. അവിടുത്തെ സൗവനീർ ഷോപ്പിൽ കയറുമ്പം നമുക്ക് ആ കൗണ്ടറിൽ പറഞ്ഞാൽ മതി, അവർ നമുക്ക് സ്റ്റാമ്പ് ചെയ്യും. അങ്ങനെ ഞാൻ അടുത്ത സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഹൈക്കിനായിരുന്നു കേട്ടോ. ആ 2 ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് നേരെ മേളിലേക്ക്, അതായത് നമ്മുടെ കാസിലേക്ക് ഹൈക്ക് ചെയ്ത് കയറാൻ പറ്റും. ഏകദേശം എനിക്കൊരു 1 മണിക്കൂർ ഹൈക്ക് ചെയ്യേണ്ടി. പക്ഷെ നമ്മൾ എത്ര ഹൈക്ക് ചെയ്ത് കയറിയാലുണ്ടല്ലോ, ഏറ്റവും മേളിലെത്തുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു അടിപൊളി വ്യൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹൈക്ക് ചെയ്ത ആ ഒരു പോയിന്റിലെത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു വഴി കൂടെ കാസിലിൻ്റെ ബാക്കിലേക്ക് എത്താൻ പറ്റും. അവിടെ എത്തിയാലും നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, നമുക്കത് കഴിഞ്ഞാൽ പിന്നെ കയറി പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ ഒരു വ്യൂ ഇതാണ് കേട്ടോ. നമ്മൾ ആ ഹൈക്ക് ചെയ്ത് മേളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ലിസ്റ്റൻഡൈൻ മാത്രമല്ല നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ ഈ ആൽപ്സും കുറച്ച് ഭാഗങ്ങളും നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ട ഒരു കാര്യമാണ്, വാഡൂസ് എന്നത് നമ്മുടെ ലിസ്റ്റൻഡൈനിൻ്റെ ക്യാപിറ്റലാണ്. ഇതാണ് കാസിൽ, അതായത് ഇവിടാണ് ഇപ്പോഴും യൂറോപ്പിൽ രാജാവ് ഭരിക്കുന്നത്. അങ്ങനെ കാസിലിന് ശേഷം നമ്മൾ നേരെ പോയത് മ്യൂസിയം കാണാനായിട്ടാണ്. ലിസ്റ്റൻഡൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ കാസിലും മ്യൂസിയവും എല്ലാം നമുക്ക് അടുത്തടുത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ സ്വിറ്റ്സർലൻഡിലൂടെ വരുമ്പം എങ്ങനെയാണ് ട്രാവൽ ടിക്കറ്റ് എടുക്കുന്നത്, അതിൻ്റെ കോസ്റ്റ് എന്തേരം ആകും, ഏത് ആപ്പിലൂടെയാണ് നമ്മൾ എടുക്കുന്നത് എന്നൊക്കെയാണ്. അപ്പം ഇതിനുള്ള ഉത്തരം നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ അതുവരെയും ചാओ.